ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നും ഒരു ബർത്ത്ഡേ സെലിബ്രേഷനുണ്ട്, ഒരു വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ. അപ്പോൾ അതിന് ഞങ്ങൾ പോകാനായി പോവുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം ഞാൻ സാരി എടുത്തിട്ടാണ് പോകുന്നത്. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. ഇത് ഞാൻ റിവേഴ്സിൽ ചെയ്യുവാണ്. വീണ്ടും എടുത്ത് എൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ ഒരാളെ ഏൽപ്പിച്ചു. ആളെനിക്ക് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്തു തന്നു. ഒരു ഫുൾ മൂൺ ഡേ ആയിരുന്നു. ഇതാണ് നമ്മുടെ വെന്യൂ, ആൽബർട്ടിക്ക എന്ന് പറയുന്ന സൈനിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അവിടുത്തെ ഒരു ഹോളിൽ വെച്ചിട്ടായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ. ചെന്നപ്പം തന്നെ ഞങ്ങൾ ഇച്ചിരി ലേറ്റായി, എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം പോയ നീല ഡ്രസ്സ് ഇട്ട കുഞ്ഞാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റാർ, ബർത്ത്ഡേ ഗേൾ. ഇവർ കർണാടകക്കാരാണ്. ഇന്നലത്തെ കരഞ്ഞ കുഞ്ഞ്. ഇതിൻ്റെ ഇടയ്ക്ക് മൂന്നോട്ടിന് ബലൂൺ വേണമെന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻ തുടങ്ങിയ പോലും ഇല്ല. കുട്ടിപ്പട്ടാളങ്ങൾക്ക് എല്ലാവർക്കും ബലൂൺ വേണം. നമ്മുടെ മോനോട്ടിന് ബലൂൺ വേണമെന്ന് പറയുന്നു. ബർത്ത്ഡേ ഗേളാണ്. ആ ബലൂണിൽ ബർത്ത്ഡേ ബോയ് എന്ന് എഴുതിയേക്കുന്നത്. അത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വന്നപ്പോൾ തെറ്റിപ്പോയതാണ്. ആദ്യം തിരി കത്തിച്ചതിന് ശേഷം ആണ് ഇവരുടെ ആചാരപ്രകാരം ഇങ്ങനെയുള്ള എന്ത് നല്ല ഫങ്ഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ തിരി കത്തിച്ചു. Hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's Happy birthday to you. ജൂലൈ മാസം എന്ന് പറയുന്നത് ഫുൾ ബർത്ത്ഡേയുടെ മാസമായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇപ്പം തന്നെ ഇവിടെ ഒരു 3 ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. ഇനിയും ജൂലൈ മാസം ബർത്ത്ഡേസ് വരാനുണ്ട്. അപ്പം ജൂലൈ മാസം എല്ലാവരുടെയും ഒരു ബർത്ത് മന്താണ്, ഒരു ഹാപ്പി മന്താണ്. ഞാൻ ബർത്ത്ഡേ ഗേളുടെ പേര് പറഞ്ഞില്ലല്ലോ. പ്രാപ്തി എന്നാണ് ഈ കുഞ്ഞിൻ്റെ പേര്. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന നേരെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന ക്വാർട്ടേഴ്സ്. അതിന് ശേഷം ഈ തിരി ഇങ്ങനെ ആരതി ഇത് ചെയ്യുക എന്ന് പറയത്തില്ലേ, അതുപോലെ ചെയ്യുന്നുണ്ട്. എനിക്കിതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ചോദിച്ചപ്പം ഇങ്ങനെ ഇവരുടെ എന്ത് നല്ല പരിപാടി ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ആചാരം ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് കേക്ക് മുറിക്കുന്നതിന് മുമ്പായിട്ട് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് കേക്കൊക്കെ വന്ന് തോണ്ടി നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കേക്കെന്ന്. തുടക്കം കുറച്ച് ലേറ്റായിട്ടാണ് പരിപാടി തുടങ്ങിയത്. അപ്പോഴത്തേക്ക് കേക്ക് നേരത്തെ കൊണ്ട് വെച്ചതുകൊണ്ട് കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ആ കേക്കിൻ്റെ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവസാനം കുറച്ച് നേരം കൂടെ വെച്ചാൽ അവസാനം കേക്കേ ഇല്ലാതെ പോകും. അതുകൊണ്ട് കേക്ക് അങ്ങ് കട്ട് ചെയ്തു. അതിനുശേഷം നിലവിളക്ക് വെച്ചിട്ട് ആരതി ഇങ്ങനെ ഒഴിയുക എന്ന് പറയത്തില്ലേ, അതുപോലുള്ള ചടങ്ങുണ്ടായിരുന്നു. ഇവരുടെ വിശേഷപ്പെട്ട എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടാവുമെന്നാണ് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ സ്റ്റാറിന് മാല ഇട്ട് കൊടുത്ത് അതിൻ്റെ തന്നെ വെച്ചിരുന്ന ഒരു പൂമാല ഇട്ട് കൊടുത്തു. ഇതൊക്കെ അവരുടെ ചടങ്ങുകളിൽ പെട്ടതാണ്. അതിനുശേഷം വീണ്ടും ആരതി ഇങ്ങനെ ഇത് ചെയ്തു. ഇനി നമ്മൾക്ക് ഫോട്ടോ സെക്ഷനും ഗിഫ്റ്റ് കൊടുക്കുന്ന സെക്ഷനുമാണ്. അങ്ങനെ എല്ലാവരും കൊണ്ടുവന്നിരിക്കുന്ന ഫോട്ടോസും ഗിഫ്റ്റും ഒക്കെ ഇപ്പം കൈമാറി. ഇതിൻ്റെ ഇടയ്ക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞല്ലോ. ഇനി നമ്മുടെ മോനോട്ടിനൊരു ബലൂണൊക്കെ കൊടുത്തു. മോനോട്ടിന് സന്തോഷമായി. ഇതാണ് നമ്മുടെ പ്രാപ്തി കുട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ. കഴിക്കാനായിട്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു, ഇവിടുത്തെ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി. അതൊക്കെ കഴിച്ചു. ഞങ്ങളിനി പോകട്ടെ.
എൻ്റെ കോസ്റ്റ്യൂം ഇതായിരുന്നു. See you in other video. Bye bye. I love you all.